ഹായ് ഗൈസ്, ഞങ്ങൾ ഉത്സവം കൂടാൻ പോവാണ്. അമ്മതേ ബാക്കിൽ വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി 6:30 ആകുമ്പോൾ ഇറങ്ങണം എന്നൊക്കെയാണ് ഓർത്തത്. ഇപ്പൊ ആക്ച്വലി റെഡിയായി ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. 8:30 ആയുള്ളൂ. അവിടെ DJ പാർട്ടി, DJ എല്ലാം ഉണ്ട്. ഞങ്ങൾ അതിനൊക്കെ തുള്ളി പോണെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷെ എല്ലാം നടന്നു. ഞങ്ങളുടെ മേക്കപ്പ് എല്ലാം കൊണ്ടും ഒന്നും നടന്നിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ടറിയാം എന്താവുമെന്ന്. ഇതിവിടെ ഒന്ന് സ്വാഗതം പറയാം. ഇങ്ങോട്ട് വാ. ഭദ്ര ഫുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കണേ, എവിടെ പോണേന്ന് അറിയോ? ഞങ്ങളുടെ അമ്പലത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ ഉടുമ്പന്നൂർ പാറേക്കാവിൽ ഉത്സവമാണ്. അപ്പം അത് കൂടാൻ പോണതാണ്. ഞാൻ മാത്രമല്ല, കൂടെ എൻ്റെ 2 വാലുകൾ. അപ്പം ഞാൻ മാത്രമല്ല ഉത്സവം കൂടാൻ പോകാനുള്ള, എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അത് നിങ്ങൾ അറിയണവർ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. ബാ, ഇതാണ് നല്ല അടിപൊളി സ്ഥലം. കണ്ടപ്പോൾ ഞങ്ങൾ സ്വാഗതം പറയണമെന്ന് തോന്നി. അപ്പം ഞങ്ങൾ ഉത്സവത്തിലേക്ക് പോവുകയാണ്. തൂക്കമുണ്ട്, DJ ഉണ്ട്, മുടിയേറ്റുണ്ട്. അപ്പം എല്ലാം നമുക്ക് കാണാം. ഇനി നേരം വെളുത്തിട്ടേ ഞങ്ങൾ പോരുന്നുള്ളൂ. ഹായ്, അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട്. ഹായ് പറ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഘോഷയാത്രയൊക്കെ അങ്ങോട്ട് എത്താൻ ഉണ്ട്. DJ വരാനുണ്ട്. അപ്പം നല്ല അടിപൊളി പ്രോഗ്രാമുകളാണ് ഇനി വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നടന്നു പോകും. അപ്പോൾ DJ ഒക്കെ അങ്ങ് ഉടുമ്പന്നൂർ ടൗണിലാണ്. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അമ്പലം നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒറിജിനൽ പൂവൊക്കെ വാങ്ങി നല്ല സൂപ്പറായിട്ട് അമ്പലം ഒരുക്കിയിട്ടുണ്ട്. കാവ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കാവിലെ കുഞ്ഞു തിരുമേനിയാണ് കേട്ടോ ഇത്. ഇടയല്ലേ പഞ്ചാമരം, ചെണ്ടകൊട്ടും, വാദ്യമേളം. നമുക്കിതിനറിവില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ പൂക്കളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. കാവ് ഒരുക്കിയേക്കുന്ന കണ്ടത്. അപ്പോൾ കാവിൽ കയറി ഞങ്ങൾ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് തൊഴുത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ചുമ്മാ പൂക്കൾ കണ്ടപ്പോൾ ഒരു രസം, അപ്പോൾ എടുത്ത വീഡിയോ. അപ്പോൾ ചുമ്മാ അങ്ങോട്ടേക്ക് പ്രദക്ഷിണം കാവിലേക്ക് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതേ എടുത്തതാണിത്. പിന്നെ തൊഴുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ പ്രസാദൂട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവരെന്നെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് വീഡിയോ എടുത്തു തന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദൂട്ടിന് പോവാണ് കേട്ടോ. അമ്മ എന്നിട്ട് പറഞ്ഞ അഗ്രജനെ പരിചയപ്പെട്ടു. ഫേവറേറ്റ് പായസം ചോറ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പാറേക്കാവിലെ കലവറ. ഇതെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരുമിച്ച് തിരുവാതിരയൊക്കെ കളിക്കുന്ന ഗ്യാങ് ആണ് കേട്ടോ ഇത്. ആ ചേട്ടനില്ല കേട്ടോ. അത് ഞങ്ങളുടെ മാസ്റ്റർ രാജി. എടുത്തു.
ഇതും എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. എല്ലാം കിട്ടുന്നുണ്ട്. പിസി ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നില്ല കൊച്ചു കള്ളി. ചേച്ചിക്കും പ്രീതീസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഇതാണ് ഡി ജെ. ഇതിൻ്റെ ഒപ്പം തന്നെ തൂക്കം കൂടിയാണ് കേട്ടോ വരുന്നത്. തൂക്കവും ഡി ജെയും കൂടി ഒരു അവിടെ അടുത്തൊരു വീട്ടിലെ തൂക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഈ വീട്ടിലാണ് കേട്ടോ തൂക്കം നടക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ തൂക്കം ആടിയ ശേഷം തൂക്കം അവിടെ നിന്ന് പോരുന്നതാണ്. വന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് ഒരു പറവക്കാരൻ ഞങ്ങളുടെ നേരെ നോക്കിയത് മാത്രം ഓർമ്മയുള്ളൂ. ഞങ്ങളൊരൊറ്റ അലർച്ചയായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ഡി ജെ തൂക്കം കാവിനടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ കാവിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ ഈ കാവിലെ ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ തൂക്കം കാവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഞങ്ങളിതേ മുടിയേറ്റ് തുടങ്ങിയപ്പോൾ കാവിലേക്ക് കയറി വന്നു. അങ്ങനെ മുടിയേറ്റിന് തിരി കൊളുത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് മുടിയേറ്റ് തുടങ്ങിയാണ് കേട്ടോ. ഹലോ, പാറേക്കാവിലമ്മയുടെ ഉത്സവം അടിക്കടി പ്രൗഢിയോടെയാണ് കൂടിക്കൂടി വരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് മുതൽ ഞങ്ങളിവിടെ മുടിയേറ്റ് അവതരിപ്പിക്കാൻ വന്ന സ്ഥിതിയൊന്നുമല്ല, ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട്. അതെല്ലാം ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് നടക്കുന്നതെന്ന് അറിയാം. അത് ഇനിയും വളരെ ഗംഭീരമായി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ വർഷവും മുടിയേറ്റ് നടത്തുവാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്ന ക്ഷേത്ര ഭരണാധികാരികളോടും വഴിപാട്ടുകാരനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇരിക്കുന്ന ഇക്കാര്യം വളരെ സൗകര്യവും കസേരയും എടുത്ത് കുറച്ച് പേര് മുമ്പോട്ട് മാറിയിരിക്കുക. വിളക്കിൻ്റെ വലതുവശത്തിരിക്കുന്ന ആൾക്കാരും പ്രത്യേകം മുടിയേറ്റിൽ ആദ്യം തുടങ്ങുന്നത് കൈലാസത്തിൽ പരമശിവൻ്റെ അടുത്ത് നാരദൻ ദേവലോകത്ത് അസുരൻ്റെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞാണ് കേട്ടോ മുടിയേറ്റ് തുടങ്ങുന്നത്. അടുത്തത് ദാരികൻ്റെ വന്നു. ദാരികൻ്റെയാണ് അടുത്ത കളി നടക്കുന്നത്. ദാരികൻ്റെ അവതരണത്തിന് ശേഷം കാളി പുറപ്പാടാണ് കേട്ടോ. തൊട്ടടുത്തത് കാളി പുറപ്പാട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ കാവിനകത്തേക്ക് കയറി പോയിട്ടോ. അപ്പോൾ ഇത് കാളി രംഗത്ത് എത്തിയിട്ടുണ്ട്. കാവിനകത്ത് നിന്ന് ഈ കളിക്കുന്നിടത്തേക്ക് കാളി വരുന്ന എതിരേറ്റ് ഞങ്ങൾ കൊണ്ടുവരണമെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും. അതുവരെ ചെണ്ടകൊട്ടും മേളും നല്ല രസമാണ്. പിന്നെ ഇത് കാളിയും ദാരികേന്ദ്രനും കൂടി യുദ്ധം നടക്കുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഭൂതം വരുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി പൊരിഞ്ഞ യുദ്ധമാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ യുദ്ധത്തിന് ശേഷം മുടി അഴിച്ചു കഴിഞ്ഞ് കാളി ഇദ്ദേഹത്തു നിന്ന് പോകാൻ തന്നെ നല്ല പാടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുടിയേറ്റിനെ പറ്റി ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുടിയേറ്റ് പാറേക്കാവിൽ.
ദാരികേന്ദ്രനെ ഓടിച്ച് കാളിയുടെ മുടി പറിച്ചു കഴിഞ്ഞ് കാളി ദേഹത്തു നിന്ന് പോകണമെന്നാണ് ഈ കാണുന്നത്. അപ്പം എല്ലാവർക്കും കാണുമ്പോൾ തന്നെ പേടിയാവും, അത്രയും ശക്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.